So, Patriot, writer, director Mahesh Narayanan, starring Mammootty, Mohanlal, Kunjaka Boban, Fahad Fazil, Nayanthara, Revati, Rajiv Menon, Grace Anthony, Indrans, അങ്ങനെ ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് ഒക്കെ ആയിട്ട് ഒരു മൾട്ടി സ്റ്റാർ എന്ന് പറഞ്ഞ പോലെ വന്നിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി പാട്രിയറ്റ്. മോഹൻലാലും മമ്മൂട്ടിയും ഒരുപാട് കാലത്തിന് ശേഷം, ഐ മീൻ 2020 ശേഷം ഒരു പ്രോപ്പറായിട്ടുള്ള ഫിലിമിൽ ഒന്നിച്ച് അഭിനയിക്കുന്നത് എന്നുള്ള ഫിലിം. അതിന് മുമ്പേ തന്നെ അവർ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എറയിൽ അവർ രണ്ടുപേരും ഒന്നിച്ച് വരുന്നത് എന്നുള്ളത് തന്നെയായിരുന്നു ആക്ച്വലി പാട്രിയറ്റ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തുള്ള ഹീറോ പെർസ്പെക്റ്റീവിലേക്ക് വരുവാണെങ്കിൽ ആക്ച്വലി ഇത് ഒരു പക്ക മമ്മൂക്ക പടമാണ് ആക്ച്വലി. അത് ആക്ച്വലി ഇവരുടെ ഇൻ്റർവ്യൂ ഭയങ്കര സ്റ്റാൻഡേർഡ് ഇൻ്റർവ്യൂ ആയിരുന്നു. കാരണം സാധാരണപ്പെട്ട യൂട്യൂബേഴ്സിനൊന്നും വിളിക്കാണ്ട് യൂട്യൂബേഴ്സിനൊക്കെ കൂടി ഒരുമിച്ച് നിലനിർത്തി ഇവർ ഒരുമിച്ച് ഇൻ്റർവ്യൂ, അതുപോലെ തന്നെ വന്നിട്ട് നമ്മുടെ ബിഗ് ടി വിന്ന് പിന്നെ ന്യൂസ് റീഡർമാരെ കൊണ്ടുവരിക, ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്ന് ന്യൂസ് റീഡർ, അങ്ങനെ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ പരിപാടികളൊക്കെ ആയിരുന്നു ആക്ച്വലി പാട്രിയറ്റിൻ്റെ മൂവി ക്രൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് വന്നിട്ട് ബാക്കിയുള്ള എന്താ പറയുക ഇത്തരത്തിലുള്ള എന്താ പറയുക ക്വസ്റ്റ്യൻസ് ഒന്നും നേരിടാനുള്ള ഒരു സമയമില്ല. സോ വി ആർ ഡൂയിങ് സംതിങ് സീരിയസ് എന്നുള്ള പെർസ്പെക്റ്റീവിലാണ് ആക്ച്വലി പാട്രിയറ്റിൻ്റെ ആൾക്കാർ പോർട്രേ ചെയ്തിട്ടുള്ളത്. മമ്മൂട്ടി പറയുന്നുണ്ടായിരുന്നു ഇത് വരാതിരിക്കാൻ പറ്റാത്ത ഒരു സിനിമ, അല്ലെങ്കിൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആക്ച്വലി വന്നിട്ടുള്ളത്. പക്ഷേ സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ആവറേജ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു സ്ക്രീൻ പ്ലേ, ഒരു ബേസിക് ത്രെഡൊക്കെ വളരെ നന്നായിരുന്നെങ്കിലും എന്താ പറയുക ഒരു മൂവി ആസ് എ ഹോൾ എന്ന് പറയുന്ന സമയത്തേക്കെന്ന് വെച്ചാൽ ഒരു ഭയങ്കര സ്ലോ പേസ്ഡ് ആയിട്ട് പോകുന്ന ത്രില്ലർ എലമെൻസും പരിപാടികളൊക്കെ അതിനകത്ത് ഉണ്ടെങ്കിലും കൂടി എന്ന് വെച്ചാൽ ഭയങ്കര സ്ലോ പേസ്ഡ് ആയിട്ട് അഴിഞ്ഞു നീങ്ങുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിലായി കഴിഞ്ഞാലും സെക്കൻഡ് ഹാഫിലായി കഴിഞ്ഞാലും ഫസ്റ്റ് ഹാഫിൽ കുറച്ചുകൂടിയും എനിക്ക് അവർ പറയുന്ന കാര്യങ്ങൾ, അതായത് ആസ് മമ്മൂട്ടി റൈറ്റ്ലി സെഡ്, ഈ ഒരു പോയിന്റ് അവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വന്നിട്ട് വളരെ റെലവൻ്റ് ആയിട്ട് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും പല സംഭവങ്ങളും അതുപോലെ തന്നെ നടക്കുന്നുണ്ടല്ലേ. സോ ഫോൺ ടാപ്പിംഗ് പരിപാടി, അങ്ങനത്തെ പരിപാടികളൊക്കെ ഓൾറെഡി ഉണ്ടല്ലോ. ബട്ട് സ്റ്റിൽ ആ ഒരു പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ ആ ഒരു ത്രെഡിൽ ഈ സിനിമ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. പക്ഷേ ഒരു പ്രോപ്പർ അല്ലാത്ത ഒരു സ്ക്രീൻ പ്ലേ ഈ സിനിമയെ ഭയങ്കരമായിട്ട് ആക്ച്വലി ബാധിക്കുന്നുണ്ട്. മമ്മൂട്ടി ഡാനിയൽ ജെയിംസ് എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് മമ്മൂട്ടിയുടെ ഒരു സെറ്റിലായിട്ടുള്ള പരിപാടി, ഇതിനകത്ത് ആകെ എനിക്ക് പേഴ്സണലി നന്നായി എന്ന് തോന്നിയെന്ന് വെച്ചാൽ ഈ ഫാൻ ഫൈറ്റിലേക്ക് പോകാത്ത രീതിയിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആക്ച്വലി മഹേഷ് തന്നെ, അത് വന്നിട്ട് ക്യാരക്ടറൈസേഷൻ്റെ പെർസ്പെക്റ്റീവിലല്ല, ഈ ആക്ച്വലി ഈ കഥയിലേക്കാണ് വന്നിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നമ്മളൊരു പരിപാടിയില്ല, എന്നാൽ പോലും ഞാൻ 1-2 സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം എന്നുള്ള രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആക്ച്വലി മഹേഷ് നാരായണൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കംപ്ലീറ്റ്ലി പുള്ളി സക്സസ്ഫുൾ അല്ല. കാരണം കൊമേഴ്ഷ്യൽ ഇസ് സംതിങ് ഡിഫറെൻറ്റ്. അത് വന്നിട്ടെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മൾ വിമർശിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. കൊമേഴ്ഷ്യൽ ഇസ് സംതിങ് ഡിഫറെൻറ്റ്, എപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പോൾ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ കൂടെ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ചാക്ക ബോബൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. രാജീവ് മേനോൻ ഗംഭീരമായിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. കുറേ കാലത്തിന് ശേഷമാണ് ആക്ച്വലി പുള്ളി സിനിമയിൽ അഭിനയിക്കുന്നത്. പക്ഷേ പുള്ളിയുടെ ഒരു വേ ഓഫ് പോർട്രേയിങ് ക്യാരക്ടർ ഉണ്ടല്ലോ, അത് പുള്ളി പക്ക ആപ്റ്റായിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തു. സെയിം ഗോസ് വിത്ത് ഫഹദ് ഫാസിലിൻ്റെ ഒരു സ്ഥിരം നമ്മുടെ ട്രാൻസിലൊക്കെയുള്ള ഒരു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ടൈപ്പ് ഒരു വെകിളി പിടിച്ച ഒരു പരിപാടിയില്ല, അത് പുള്ളിക്കാരനും ഫഹദ് ഫാസിലും ചെയ്തിട്ടുണ്ട്. കുഞ്ചാക്ക ബോബനാണ് ഇതിൻ്റെ അകത്ത് സോങ് ഒക്കെ ഉള്ള ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. കുഞ്ചാക്ക ബോബനാണ് സോങ് ഉള്ളത്, കുഞ്ചാക്ക ബോബനാണ് നായകൻ. കുഞ്ചാക്ക ബോബൻ ഒരു സോങ് ഉണ്ട് എന്നുള്ള ആ സോങ്ങിന് 1 മിനിറ്റ് അങ്ങനെ ഉള്ളൂ. സോ അത്തരത്തിലുള്ള കുഞ്ചാക്ക ബോബൻ ആയി കഴിഞ്ഞാൽ വലുതായിട്ടൊന്നും ചെയ്യണം. ബട്ട് ഓക്കെ, എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ ഈ പറയുന്ന പോലെ കഥയിൽ ഫിറ്റ് ഇൻ ചെയ്തുകൊണ്ടുള്ള റോൾസ് ആയതുകൊണ്ട് എല്ലാവരും കഥയിൽ നന്നായിട്ട് ഫിറ്റ് ഇൻ ചെയ്തിട്ടുണ്ട് എന്നാണ് പേഴ്സണലി എനിക്ക് പറയാനുള്ളത്. രേവതി ഫീമെയിൽ ക്യാരക്ടേഴ്സിലേക്ക് വരുന്ന സമയത്ത് രേവതിയുടെ ക്യാരക്ടറാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ. പക്ഷേ അതൊരു 10 മിനിറ്റേ ഉള്ളൂ. അതേസമയം ദർശനയുടെ ക്യാരക്ടറും അതുപോലെ തന്നെ ഒരു 10 മിനിറ്റുള്ള ക്യാരക്ടറാണ്. ഗ്രേസ് ആൻ്റണി ആക്ച്വലി ലാലേട്ടൻ്റെ പുറകിൽ നിൽക്കാന്നുള്ളത് അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടോ എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. കാരണം ഇവർ വന്നിട്ടെന്ന് വെച്ചാൽ ഈ സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം പറഞ്ഞാണ്. അപ്പോൾ രേവതിയുടെ ക്യാരക്ടറും നമ്മുടെ ഈ ദർശനയുടെ ക്യാരക്ടറും കൊള്ളാം എന്ന് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന സമയത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കഥയുടെ ഒരു വീക്ക്നെസ് കാരണമാണോ എന്നറിയില്ല, നമുക്കൊരു ഒരു ഹൈ മൊമെൻറ്റ്സ്, അതായത് ഹൈ മൊമെൻറ്റ്സ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ആ സിനിമയിൽ ശരിക്കും ആപ്റ്റായിട്ടുള്ള ഹൈ മൊമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഈ സ്റ്റോറി വന്നിട്ട് സ്ലോ പേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഹൈ മൊമെൻറ്റ്സ് വരുന്ന സമയത്ത് നമ്മൾക്കിവിടെ
നമ്മളിവിടെ ക്ലാപ്പ് ചെയ്യണോ അതോ ഓക്കെ ഞങ്ങളും കഥയിലേക്ക് എങ്ങനെ എഴുകി ചേർന്ന് പോയി എന്ന് പറഞ്ഞങ്ങനെ നിൽക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഓഡിയൻസിനും ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ മോഹൻലാലിന് ആക്ച്വലി അറിയാലോ, നമ്മൾ ട്രെയിലറിൽ തന്നെ കണ്ടിട്ടുണ്ടാവും, കാല് വയ്യ. അതുകൊണ്ട് തന്നെ സ്റ്റൺ സീക്വൻസസുകളൊക്കെ വന്നിട്ട് ക്ലോസ് ഷോട്ടിൽ എടുത്തിട്ടപ്പോൾ അത് ഒരു പരിധിയുടെ മുകളിൽ വന്നിട്ട് അതൊരു മേക്കിംഗ് അല്ലെങ്കിൽ ഒരു തിയേറ്ററിൽ കാണുമ്പോൾ അതൊരു സുഖം ഫീൽ ചെയ്യുന്നില്ല. ഫൈറ്റ് സീക്വൻസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ, ഫൈറ്റ് സീക്വൻസ് സീരിയസ് ആയിരുന്നെങ്കിൽ, അല്ലാതെ എന്താ പറയുക ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ആംഗിൾസ് വെച്ചിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് ഒരു പരിധിയുടെ മുകളിലൊരു ഒരുമാതിരി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആകെ എനിക്ക് ഗംഭീരമായിട്ട് തോന്നി ഇവർ രണ്ടുപേരുള്ള ഒരു സീക്വൻസ് ഉണ്ട്, അത് സ്പോയിലറാണ്, സോ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത് ഒരു ഗംഭീരമായി തോന്നി. പക്ഷെ അതിന് തൊട്ടുമുമ്പുള്ള ഒരു കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ട് ഇവരെന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ളൊരു തോട്ട് നമുക്കെന്നെ തോന്നിപ്പോകും പെട്ടെന്ന്. അത് ഞാൻ സ്പോയിലറാണ് ഞാൻ പറയുന്നില്ല. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുന്ന സുഷിൻ ശ്യാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പാട്ടുകളൊന്നും എനിക്ക് ഭയങ്കരമായിട്ടുണ്ടല്ല. മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റാപ്പ് സോങ് ഉണ്ട്, അത് കുറച്ച് ഓക്കെ, അതിൻ്റെ ബീറ്റ് വളരെ നന്നായിട്ട് തോന്നി. പക്ഷേ സുഷിൻ ശ്യാം ഇത്രയും ബ്രേക്ക് എടുത്ത് വരുമ്പം ഉള്ള പാട്ടുകൾ കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇനിയിപ്പോൾ കേൾക്കുമ്പം ഇഷ്ടമാവുമെന്ന് അറിയില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായി. വളരെ ടോൺ ഡൗൺ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അറ്റ് ദ സെയിം ടൈം ഭയങ്കരം ലൗഡായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അത് പ്രോപ്പറായിട്ട് പുള്ളി ഒരു ബ്ലെൻഡ് സിനിമയുടെ മൂഡിനനുസരിച്ചിട്ട് കൊണ്ടുവരാനും സുഷിൻ ശ്യാമിന് ആക്ച്വലി ഈ സിനിമേൻ്റെ അത് പറ്റിയിട്ടുണ്ട്. അടുത്ത ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ എഡിറ്റിംഗ് പക്ക ഗംഭീരമാണ്. കാരണം മഹേഷ് നാരായണൻ തന്നെയാണ് എഡിറ്റർ, രാഹുൽ കൂടെ ചെയ്തിട്ടുണ്ട്, രാഹുൽ രാധാകൃഷ്ണനാണ് തോന്നുന്നു എഡിറ്റിംഗ് കൂടെ ചെയ്തിട്ടുള്ളത്. ഗംഭീരമായിട്ടുള്ള എഡിറ്റിംഗ് ഉണ്ട്. നമ്മൾ എഡിറ്റിംഗ് ടെക്നിക്കലി സ്കെയിൽ വൈസ് ഇതൊക്കെ പടം ഗംഭീരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന സമയത്ത് മലയാളം എന്ത് തരത്തിലുള്ള സിനിമയാണോ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്ന അത്തരത്തിലുള്ളൊരു ടെക്നിക്കാലിറ്റി ഒക്കെ ഈ സിനിമയിലെ ഗംഭീരമായിട്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൊമേഴ്ഷ്യൽ സിനിമ എടുക്കാത്തതും അല്ല പ്രശ്നം, സ്ക്രീൻ പ്ലേ ഭയങ്കരമായിട്ട് ലോ ആയ പോലെ ഫീൽ ചെയ്യുന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് ഹാഫിൽ വന്നിട്ടുള്ള ഒരു ബിൽഡപ്പ് സെക്കൻഡ് ഹാഫിലേക്ക് കൊണ്ട് ഭയങ്കര കൺഫ്യൂസിങ്. അതിനിടയിൽ കൂടെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നി, എനിക്ക് മാത്രമാണോ എൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല, ഒരു കുഞ്ചാക്കോയുടെ ക്യാരക്ടർ ശ്രീലങ്കയിൽ ഇറങ്ങുന്നു, അവിടെ മോഹൻലാലിൻ്റെ ക്യാരക്ടർ മീറ്റ് ചെയ്യുന്നു. പിന്നെ നെക്സ്റ്റ് സീൻ ഇവർ പറയുന്നത് മംഗലാപുരം പോർട്ടിലാണ്. അപ്പോൾ ആ ശ്രീലങ്കയിലുള്ള ആ ഒരു ഏരിയ, ഇവർ ഇറങ്ങുന്ന ഏരിയ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ എനിക്ക് തന്നെ പെട്ടെന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി, ഇവരെന്താണ് പെട്ടെന്ന് ഇപ്പോൾ ശ്രീലങ്കയിലോട്ട് പോയെന്നുള്ളത്. അല്ലെ ശ്രീലങ്കയിൽ പോയതുകൊണ്ട് അത് നല്ലൊരു സീനായതുകൊണ്ട് അവിടെ നിർത്തിയാണെന്ന് വെച്ചാൽ അത് ഇപ്പോൾ അത്രയും അപ്ഡേറ്റഡ് ആയി നിൽക്കുമ്പോൾ ഇല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പം കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് പെട്ടെന്ന് കൺഫ്യൂസ് ആയി പോകുന്നു, ഇവരെന്താണ് പെട്ടെന്ന് ശ്രീലങ്കയിലോട്ട് പോയെന്നുള്ളൊരു ഒരു തോട്ട്. അതായത് ശ്രീലങ്കയിലുള്ള ഒരു ബീച്ച് സൈഡിലുള്ള റെയിൽവേ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് കാണിക്കുന്നത്. അതിനുശേഷം ഇവർ പറഞ്ഞ മംഗലാപുരത്താണുള്ളത്. അപ്പോൾ ഇവരെ എല്ലാം കൂടി ഭയങ്കര കൺഫ്യൂഷനായിപ്പോൾ. ഇതിപ്പോൾ നമ്മളിപ്പോൾ UK എന്ന് പറഞ്ഞ് ജോർജിയ പോയി എടുക്കുന്ന പോലെയല്ല, ഇത് പെട്ടെന്ന് നമുക്ക് കഥയെ അങ്ങോട്ട് പെട്ടെന്ന് ഇതായിപ്പോൾ ഇവരെന്താണ് ഇവിടെ ചെയ്യുന്നതെന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ സ്പോയിലറായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. സോ അത്തരത്തിലാണ് എനിക്ക് ഇതിൻ്റെ ടീസർ കണ്ടപ്പോഴൊക്കെ ഗംഭീരമായിട്ടുള്ളൊരു സിനിമയായിരിക്കും. കാരണം അത്രയും ടോൺ ഡൗൺ ആയിട്ട് ചെയ്യുന്ന ഒരു സിനിമ ആയതുകൊണ്ട് നന്നായിട്ടുണ്ടാവും. പിന്നെ മഹേഷ് നാരായണൻ ഞാൻ പറഞ്ഞില്ലേ, മാലിക്കും കുഴപ്പമില്ല, ഈവൻ അത് നായകൻ്റെ കോപ്പിയാണെങ്കിൽ കൂടി അത് കുഴപ്പമില്ല. പിന്നെ സിയൂസും നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി. ടെക്നിക്കലി ഞാൻ പറയുന്ന പോലെ ഗംഭീരമായിട്ടുള്ള ഒരു ടെക്നിക്കൽ പരിപാടിയാണ് ചെയ്തത്. ക്യാമറ ആംഗിൾസും അതുപോലെ തന്നെ ക്യാമറയൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ആ ഫൈറ്റ് സീക്വൻസിൻ്റെ ഒരു പരിപാടി നോക്കിക്കഴിഞ്ഞാൽ മനുഷ് നന്ദനാണ് ചെയ്തിട്ടുള്ളത്. അത് ഒരുപാട് ടൈറ്റ് ക്ലോസിൽ വെക്കുന്ന സമയത്തേക്ക് നമുക്കൊരു ഫൈറ്റ് സീക്വൻസ്, അപ്പോൾ ലാലേട്ടനായി കഴിഞ്ഞാലും അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് ഒന്നുമില്ല. പക്ഷേ ഇവർ രണ്ടുപേരെയും കാണുമ്പം ആസ് ഓൾവേസ് നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഇവർ തമ്മിൽ കാണുമ്പോൾ ഇവർ തമ്മിലുള്ള അവർ തമ്മിലുള്ളൊരു സിങ്ക് കാണുന്ന സമയത്തും ഫാൻസിന് സെൻസിബിളായിട്ട് ഇവരുടെ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർ ഒരു പരിധിവരെ ഇവരിങ്ങനെയാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സംഭവം ആക്ച്വലി മഹേഷ് നാരായണൻ ആക്ച്വലി പേട്രിയറ്റിലൂടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പേട്രിയറ്റ്, പിന്നെ നയൻതാര അവരൊക്കെ ഉണ്ട്. നയൻതാരൊക്കെ എന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇത്തിരി നേരം ഇപ്പോൾ റോഷൻ്റെ കൂടെ ഒരു പുള്ളിക്കാരി അഭിനയിച്ചല്ലോ ഒരു പടത്തിൽ, ആ പുള്ളിക്കാരിയും മമ്മൂട്ടിയുടെ നായികയായിട്ട് വരുന്നത് അവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സാണ് ഉള്ള കാര്യം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെറുതെ ഗ്രേസ് ആൻ്റണി ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഈ പറയുന്ന പോലെ കുറച്ച് കാര്യമുള്ള ക്യാരക്ടേഴ്സ് തന്നെയായിട്ടാണ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഷഹീൻ സിദ്ദിഖ്, പിന്നെ അങ്ങനെ പല ആൾക്കാരും ഈ സിനിമേൻ്റെ അകത്ത് ഉണ്ട്, ഇൻട്രൻസ് ഉണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ആകെ മൊത്തത്തിൽ പാട്രിയോട്ട് എന്ന് പറയുന്ന സമയത്തേക്ക് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമിംഗ് പരിപാടിയിൽ ഒരു ഗംഭീരമായിട്ടുള്ള മൾട്ടി സ്റ്റാറർ വന്നോ എന്ന് ചോദിച്ചാൽ ഒരു ഹാഫ് ബേക്ക്ഡ് പോലെ ഒരു പേഴ്സണലി ഫീൽ എനിക്കുണ്ടായി. കാരണം ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു പ്രതീക്ഷ വെക്കാത്ത ഒരാളാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ സിനിമേൻ്റെ അകത്ത് വന്നിട്ട് എന്തൊക്കെയോ ഉണ്ട് എന്നൊരു തോന്നലുണ്ടായി. പക്ഷേങ്കിൽ എന്തൊക്കെയോ ഉണ്ട്, ഒബ്വിയസ്ലി കഥ പെർസ്പെക്റ്റീവ് ആയി കഴിഞ്ഞാലും സ്ക്രീൻ പ്ലേ ആയി കഴിഞ്ഞാലും തീം ആയി കഴിഞ്ഞാലും എന്തൊക്കെയോ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഒരു സ്ക്രീൻ പ്ലേ, മേക്കിങ്ങിനനുസരിച്ചുള്ള ഒരു സ്ക്രീൻ പ്ലേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ആക്ച്വലി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കിയോ ഇടയിൽ വന്നിട്ടെന്ന് വെച്ചാൽ ഭയങ്കര സ്ലോ ആക്കി, അത്രയും സ്ലോ ആക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളൊരു
തോട്ട് ഈ സിനിമേൻ്റെ അകത്ത് ഉടനീളമുണ്ട്. ആ മൊത്തത്തിൽ പാട്രിയോട്ട് വന്നിട്ട് ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിട്ടാണ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. മമ്മൂക്കിയും മോഹൻലാലും ഒന്നിച്ച് കുറേ കാലത്തിന് ശേഷം സ്ക്രീനിൽ കണ്ടു എന്നുള്ളത് ഒഴിച്ച് നിർത്തിയാൽ ആവറേജ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് ആക്ച്വലി പാട്രിയോട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഡു വാച്ച് പാട്രിയോട്ട് ഇൻ യുവർ തിയേറ്റേഴ്സ്.